कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जयो कृष्ण बलराम कृष्ण राधा श्याम सुंदर राधा श्याम सुंदर राधे। जय गौरनिताय गौरनिताय जय गौरनिताय जय प्रभुपा जय गुरुदे नित्य गौर हरि बोल हरि बोल हरि बोल। कृष्ण बलराम की जय, राधा श्याम सुंदर की जय, ललिता विशाखा देवी की जय, गौरनिताई की जय, पंचरत्न की जय, शंभो साविस की जय, गुरु परंपरा की जय। जय 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 श्री राधेश्याम। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। तस्मै श्रीगुरुवे नमः। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमुत्तिन्दमामिग। उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमुत्तिन्दमामिग। उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमुत्तिन्दमामिग। श्री श्री नरसिंह भगवान की जय, नरहरि की जय, प्रहलाद महाराज की जय। जय 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 श्री രാധേശ്യാം. ഈ മൊബൈലിൽ എന്താ പറ്റിയത്? ഹരേ കൃഷ്ണ. हरे कृष्ण माता जी, प्रणाम। പ്രഹ്ലാദ ചരിതമാണ്. ദശകം 24, 25 ഒരുമിച്ചിട്ടുള്ള ഇതാണ്, ദശകങ്ങളാണ്. നമ്മൾ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ദശകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രഹ്ലാദ ചരിതമാണ് ദശകം 24 പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പിട്ട് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു സംഗ്രഹം തരാം. നമ്മൾ കണ്ടതാണ്, ഹിരണ്യാക്ഷനെ ആരാണ് കൊന്നത്? ശ്രീ ഭഗവാൻ തന്നെ ഹിരണ്യാക്ഷനെ കൊല്ലുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭൂമിദേവി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹിരണ്യാക്ഷനെ കൊന്നു. ആ ഹിരണ്യാക്ഷന്റെ സഹോദരനാണ് ഹിരണ്യകശിപു. നമുക്കറിയാം ഹിരണ്യാക്ഷന്റെ ഹിരണ്യകശിപു ആരായിരുന്നു എന്നുള്ളത്. ജയവിജയന്മാരായിരുന്നു. വൈകുണ്ഠത്തിന്റെ എട്ടാമത്തെ പടിയിൽ നിൽക്കുന്ന ആ അംഗസുരക്ഷരായിട്ടുള്ള ആൾക്കാരായിരുന്നു. മീൻസ് സെക്യൂരിറ്റി ഗാർഡ്സ് ആയിരുന്നവര്. അവർക്ക് ശാപം കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സനകാദികൾ ശപിച്ചത് കൊണ്ടാണ് 3 തവണ എങ്ങനെയാണ് വിദ്വേഷഭക്തിയിൽ നിങ്ങൾ എന്നെ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വൈകുണ്ഠത്ത് തന്നെ വരാമെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. അങ്ങനെ വിദ്വേഷഭക്തിയിലാണ് അവരിപ്പം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ട് വന്നിരിക്കുന്നത്. അതിലെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിതിയുടെ മക്കളാണ്. ദിതിയുടെ കശിപന്റെ മക്കളാണ്. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഈ ഹിരണ്യാക്ഷനെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിദേവിയെ ജലത്തിൽ കൊണ്ടുവന്നിട്ട് താഴ്ത്തി വെച്ചത് കൊണ്ട് ഭൂമിദേവിയെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹിരണ്യാക്ഷനെ കൊന്നു. ആ സമയം ജ്യേഷ്ഠനായിട്ടുള്ള ഹിരണ്യകശിപു പറയുന്നു, എല്ലാവരും അവരുടെ വീട്ടിലെ എല്ലാവരും ഇരുന്ന് കരഞ്ഞപ്പോ ഹിരണ്യകശിപു അവർക്ക് ഉപദേശം കൊടുക്കുകയാണെന്നുള്ളതാ. ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ, അത് നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ പുതിയ ദേഹം ധരിക്കുന്നു, പഴയ ജീർണിച്ച ദേഹം ത്യജിച്ചതേക്ക് പുത്തൻ ധരിക്കുന്നു എന്നതുപോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുന്നു. പക്ഷെ ആ ഹിരണ്യകശിപു തന്നെ എന്ത് ചെയ്യുന്നു? നേരെ തപസ്സിന് പോവുകയാണ്. എത്രയോ ആയിരക്കണക്കിന് വർഷക്കാലമാണ് ഹിരണ്യകശിപു
കശിപു തപസ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഹിരണ്യകശിപു തപസ്സിന് പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണ് എന്റെ ഹിരണ്യാക്ഷനെ, എന്റെ ഭാര്യയെ, സഹോദരനെ കൊന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊല്ലണം എനിക്ക്. അതിന് ഭയങ്കര കഠിനമായിട്ടുള്ള തപസ്സാണ് ഹിരണ്യകശിപു ചെയ്യുന്നതെന്നുള്ളത്. ഒറ്റക്കാലിൽ നിന്നിട്ടും പിന്നെ താപത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുട്ടുകൊള്ളുന്ന അഗ്നി നടുക്കിലോ ചുറ്റിനും വെച്ച്, പിന്നെ മഴ സമയത്താണെന്നുണ്ടെങ്കിൽ ജലത്തിൽ ഇറങ്ങി നിന്നിട്ട് തപസ് ചെയ്യുന്നു. അത് ഒറ്റക്കാലയില് പിന്നെ തണുപ്പ് സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐസിന്റെ മുകളിൽ നിന്നിട്ട് തപസ് ചെയ്തു ഒറ്റക്കാലയിൽ. അങ്ങനെ കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ട് ആരെയാ ഇവരൊക്കെ തപസ് ചെയ്തിട്ട്? ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യുന്നത്. ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിന് അവസാനം ഹിരണ്യകശിപുവിന്റെ അടുത്ത് വരേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാ വരേണ്ടതായിട്ട് വന്നത്? അത്രയ്ക്കും കഠിനമായിട്ടുള്ള തപസ്സാണ് ഹിരണ്യകശിപു ചെയ്യുന്നത്. അങ്ങനെ ആ ഹിരണ്യകശിപുവിന്റെ തപസ് പ്രീതനായിട്ടല്ല, ബൈ ഫോഴ്സ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിർബന്ധപ്രകാരം വരേണ്ടി വന്നു എന്നുള്ളത് അറിയാം. ഇവൻ എന്താ ചോദിക്കുന്നത് എന്നുള്ളത് അറിയാം. അസുരനല്ലേ, ആ അസുരികത എന്തായാലും കാണിക്കുമല്ലോ. അതുകൊണ്ട് എന്താ ഇവൻ എന്തൊക്കെയോ ആണ് ചോദിക്കാനെന്നുള്ളത്. പക്ഷെ നിർബന്ധപൂർവ്വം അവിടെ വരുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, എന്താണ് നിനക്ക് വരാൻ വേണ്ടിയെന്ന് ചോദിക്കുന്നു ഹിരണ്യകശിപുവിനോട് വരാൻ ചോദിക്കുന്ന സമയത്ത് ഹിരണ്യകശിപു പറയുന്നത് എന്താണ്? എനിക്ക് മരണം ഉണ്ടാവരുതെന്ന് പറയുന്നത്. പക്ഷെ ബ്രഹ്മാവ് പറയുന്നു, ഞാൻ തന്നെ മരിക്കുന്നതാ, പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് മരണമില്ലെന്ന് എന്നുള്ള വരം എങ്ങനെയാണ് തരുന്നത്? അതുകൊണ്ട് നീ വേറെ എന്തെങ്കിലും ചോദിച്ചോളാൻ പറയും. അന്നേരം ഇവരുടെയൊക്കെ ഇത് അസുരന്മാരുടെ ബുദ്ധിയല്ല, കിഴിഞ്ഞ ബുദ്ധിയാ. എന്താ ചോദിക്കുന്നത്? നമുക്കറിയാവുന്നുള്ളതാ. എന്നെ യാതൊരു ആയുധങ്ങളാലും കൊല്ലാൻ പാടില്ല, തറയിൽ വെച്ചിട്ട് കൊല്ലാൻ പാടില്ല, ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, പിന്നെ അകത്തും പുറത്തും എന്നെ കൊല്ലാൻ പാടില്ല. അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട ഇതായിട്ട് തന്നെ, നീണ്ട ഒരു പട്ടിക തന്നെ ഹിരണ്യകശിപു ചോദിക്കുന്നു. പിന്നെ ബ്രഹ്മാവിന് ചെയ്യാൻ പറ്റും. ബ്രഹ്മാവിന് കൊടുക്കേണ്ടതായിട്ട് വന്നു, ഈ വരങ്ങളെല്ലാം കൊടുക്കേണ്ടതായിട്ട് വന്നു. യാതൊരു ആയുധങ്ങളും ഉപയോഗിക്കാൻ പാടില്ല, മനുഷ്യനും മൃഗവും എന്നെ കൊല്ലാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത്. മനുഷ്യനാലായാലും ഞാൻ മരിക്കപ്പെടാൻ പാടില്ല, മൃഗങ്ങളാലും ഞാൻ മരിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ആ വരം എന്ന് ചോദിക്കുന്നു. തഥാസ്തു പറഞ്ഞിട്ട് ബ്രഹ്മാവ് അവിടെ നിന്ന് മറയുന്നു. ഹിരണ്യകശിപു തപസ്സിന് പോകുന്ന സമയത്ത് അതിന്റെ ഒരു ശകല ബാക്ക്ഗ്രൗണ്ട്. ഈ ഹിരണ്യകശിപു തപസ്സിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇത്തരം വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹിരണ്യകശിപുവിന്റെ ഭാര്യയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടു പോവുക. എന്താ, ഒരു ഹിരണ്യകശിപുവിനെ കൊണ്ട് നമുക്ക് പൊറുതിമുട്ടിയിരിക്കുക. അടുത്തത് ഹിരണ്യകശിപുവിന്റെ ഭാര്യ കൃതദ്രുതി എന്താ, ഗർഭിണിയാണ്. ആ ഗർഭിണിയായിട്ടുള്ള ഇനി ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിരണ്യകശിപുവിനെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക, ഇനി വേറൊരാളൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവുക ഇന്ദ്രൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് നാരദർ അവിടെ ഇടനി എത്തുന്നു. നാരദർ പറഞ്ഞു, നീ എന്താണ് ഇത് ചെയ്യുന്നത്? നാരി കൊലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, നരകത്തിൽ പോലും നിനക്ക് ചാൻസ് കിട്ടത്തില്ല, സ്ഥാനം കിട്ടത്തില്ല. അത്രയ്ക്കാണ് നാരികളെ ഉപദ്രവിച്ചാറുള്ള ആ ഒരു ദോഷം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഗർഭത്തിൽ വളരുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? ഭഗവാൻ വിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഇവിടെ ഗർഭത്തിൽ വളരുന്നത്. നിനക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ ഇവളെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് നാരദരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് ഗർഭിണിയായിട്ടുള്ള ഹിരണ്യകശിപുവിന്റെ ഭാര്യയ്ക്ക് എല്ലാ അത്രേ സത്യയുഗത്തിന്റെ കാര്യമല്ലേ ഈ പറയുന്നത്. 1,00,000 വർഷം ആയുസ് നോർത്തോണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത്രയും സമയമൊക്കെ അവരെങ്ങനെയാ ജീവിക്കുന്നത്, എങ്ങനെയൊക്കെ എന്നുള്ള ആ ഒരു ചിന്ത വരും. കലികാലത്തിലേ ഉള്ളൂ 100 വയസ്സ്. ബാക്കി എല്ലാത്തിനും ത്രേതായുഗത്തിന് 10,000 വർഷക്കാലമായിരുന്നു, ദ്വാപരയുഗത്തിന് 1000 വർഷക്കാലമാണ് ആയുസ്സുള്ളത്. അതുകൊണ്ട് സത്യയുഗത്തിലെ കാര്യമാണ്. അന്നേരം അങ്ങനെ ഈ ഹിരണ്യകശിപുവിന്റെ ഭാര്യ അങ്ങനെ നാരദരുടെ സംരക്ഷണയിൽ നാരദരുടെ ആശ്രമത്തിൽ ജീവിക്കുന്നു. അതിന് ഓർത്തോണം, ആശ്രമത്തിലെ ജീവിതം എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതങ്ങളും കഥകളും, പിന്നെ ഭഗവാന്റെ കാര്യമില്ലാതെ അവിടെ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെ ഗർഭത്തിൽ വെച്ച് തന്നെ ശിശുവിന് എന്താ കിട്ടിയത്? അവന് ഏറ്റവും വലിയ വിഷ്ണു ഭക്തനായിട്ട് മാറി എന്നുള്ളതാണ് എപ്പോഴും കേൾക്കുന്ന. ഈ കൊട്ടാരത്തിൽ പോകുന്നു. കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞ് കുട്ടി വളരെ ചന്തമുള്ള ഒരു കുട്ടി,
എന്ന് പറഞ്ഞാല് എന്താ കേട്ട് വളരുന്നത്, ഗർഭത്തിൽ തന്നെ കേട്ടത് എന്താ ഭഗവത് കഥകളല്ലേ കേൾക്കുന്നത്. അത്രയ്ക്കും തേജസ്വിയായിട്ടുള്ള ഒരു കുട്ടിയാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ ഹിരണ്യകശിപു വളരെ സ്നേഹത്തോടുകൂടി ലാളിച്ച് വളർത്തി. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശംഭു നിശുംഭു എന്ന് പറയുന്ന രണ്ടുപേരെ ഏർപ്പാടാക്കി. ശുക്രാചാര്യന്റെ പുത്രങ്ങളാണ് അവരെ ഏർപ്പാട് ചെയ്തു. പ്രഹ്ലാദനാണെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഗുരുകുലമാണല്ലോ. എന്നിട്ട് അവിടെ താമസിച്ച് തന്നെ പഠിക്കണം. രാജകുമാരനാണെന്നുള്ള ഒരു പ്രിഫറൻസും ഇല്ല. എല്ലാ കുട്ടികളെയും പോലെ തന്നെ എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം അവിടെ ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും ഗുരുകുലത്തിൽ ജീവിക്കേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലോട്ട് മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ വളരെ ഒരു നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താ, പ്രഹ്ലാദനാണെന്നുണ്ടെങ്കിൽ എപ്പോഴായി ആ ഹിരണ്യകശിപു തപസ് ചെയ്ത് വന്നതിന് ശേഷം എന്താ, രാജ്യത്ത് മൊത്തം ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. ആരും വിഷ്ണു പൂജ ചെയ്യാൻ പാടില്ല, ഹിരണ്യകശിപേ നമഃ എന്നുള്ള ആ ഒരു മന്ത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓം വിഷ്ണുവേ നമഃ എന്ന് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അവരെ കൊണ്ടുവന്നിട്ട് നേരെ തല കണ്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാന്റെ നാമങ്ങളെ ആ രാജ്യത്തില്ലാതെ വന്നു. ഹിരണ്യകശിപായ നമഃ എന്നുള്ള ആ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് ഈ പ്രഹ്ലാദനും എല്ലാവർക്കും അത് ബാധകമാണ്. പക്ഷെ പ്രഹ്ലാദന് ഗുരുക്കന്മാര് ഒരുപാട് ഹിരണ്യകശിപായ നമഃ എന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. പക്ഷെ പറഞ്ഞു, ഒരിക്കലും ഞാനത് പറയില്ല. എന്തുകൊണ്ടാ പറയാത്തത്, ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും കാരണഭൂതനായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപരേ ഉള്ളൂ ഈ ലോകത്തെ, അല്ലാതെ വേറൊരു ദൈവമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെ ദൈവമായിട്ട് അംഗീകരിക്കില്ല. എന്റെ വിഷ്ണു മാത്രമേ ഉള്ളൂ എനിക്ക് ദൈവം എന്നുള്ള ആ രീതിയിൽ ആ കുട്ടി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഈ വെക്കേഷനൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ രാജാവിന്റെ അടുത്ത് പ്രഹ്ലാദൻ വരും. അന്നേരം പ്രഹ്ലാദനെ മടിയിലിരുത്തിക്കൊണ്ട് ഹിരണ്യകശിപു വളരെ സ്നേഹത്തോട് ചോദിക്കും, എന്തൊക്കെ പഠിച്ചു മോനെ പറയൂ എന്ന് പറയുമ്പം പറയൂ, അച്ഛാ ഞാൻ പഠിച്ചു. എന്ത് പഠിച്ചു? ഓ നാരായണായ നമ. അത് ആ നാമം കേൾക്കുമ്പോൾ സ്വന്തം മകനാണെന്ന് ഓർത്തോണം. രാജ്യത്ത് എല്ലായിടത്തും അനൗൺസ് ചെയ്തിരിക്കുന്ന എന്താ, ഇങ്ങനെ ഒരു നാമമേ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാ. അങ്ങനെ ആ നാമം ആര് ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ ഉടനെ വധശിക്ഷയാണെന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നാരായണായ നമ എന്നുള്ള അന്നേരം മോനോട് പറയും, മോനെ നാരായണ എന്നുള്ള നമ്മ പറയരുത്, ഓ ഹിരണ്യകശിപായ നമഃ എന്ന് പറയൂ. അത് അച്ഛ ഒരിക്കലും അച്ഛനൊരു പിന്നെ ദൈവമാവില്ല. ഇതിന്റെ എല്ലാത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷ്ണു തന്നെയാണ്. വൈകുണ്ഠത്തിലെ വിഷ്ണു തന്നെയാണ്. ആ നാമം കേൾക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് ദേഷ്യം വരുമെന്നുള്ളത്. അങ്ങനെ ഒന്ന് രണ്ട് തവണയൊക്കെ മാപ്പ് കൊടുത്തു. പ്രഹ്ലാദനെ ഒരുപാട് ഗുരുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പിന്നെ അവരിൽ ദോഷം കണ്ടെത്താൻ തുടങ്ങി. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഈ ഒരു നാമം പറഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല ഇങ്ങനെ ഇവൻ പറയുന്നത് തന്നെ എങ്ങനെയാണെന്നുള്ളത്. അത് ഓട്ടോമാറ്റിക് അവൻ അങ്ങനെ പറയുവാണ്. എന്നാ ഈ ഇതെല്ലാം നാരായണായ നമ എന്നുള്ളത് മറപ്പിച്ചിട്ട് ഹിരണ്യകശിപായ നമ എന്ന് നമ്മുടെ അസുരന്മാരാണല്ലോ ഇവര്. അന്നേരം ആസുരികത്വമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും വിടുന്നു. പക്ഷെ എപ്പോഴെല്ലാം തിരിച്ചു വരുന്നുണ്ടോ ഈ കുട്ടി ഹിരണ്യകശിപായ നമാന്ന് ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ പറയാതിരുന്ന സമയത്ത് ഹിരണ്യകശിപുവിന് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്ന സമയത്ത് ഈ കുട്ടിയെ ഇനി ഇവൻ ശരിയാവില്ല, അതുകൊണ്ട് എന്റെ മകനായി കഴിഞ്ഞാൽ പോലും ഇവനെ എന്റെ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ മാർഗങ്ങളും കാണുവാണ്. എങ്ങനെയാണ്, ആദ്യം വിഷം കൊടുക്കുന്നു, പക്ഷെ അതിൽ പറ്റുന്നില്ല. പിന്നെ മലയിൽ നിന്നിട്ട് തെള്ളിയിട്ടിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോഴത്തേക്ക് ഭൂമിദേവി വന്ന് പിടിക്കുന്നു. പിന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു, പക്ഷെ വരണദേവൻ രക്ഷിക്കുന്നു. അങ്ങനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കുന്നു. പാമ്പിന്റെ പല്ല് കൊഴിഞ്ഞു പോകുന്നു. പിന്നെയോ അവസാനം ഹിരണ്യകശിപുവിന്റെ പെങ്ങളായിട്ടുള്ള ഹോളികയ്ക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. എന്താണ്, അഗ്നിയിൽ അവള് ജ്വലിച്ചു പോവില്ല. മനസ്സിലായി പറഞ്ഞത്, അഗ്നിയിൽ വെന്തു പോവില്ല, തീയിൽ വെന്ത് ഒരിക്കലും ഹോളിക പോവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവസാനം എന്നുള്ള ഒരു രീതിയിൽ ഈ കുട്ടിയെ മടി പിടിച്ചിരുത്തിയിട്ട് ഹോളിക, അതാണ് ഈ ഹോളിയുടെ സെലിബ്രേഷൻ വരുന്നതെന്നുള്ളത്. ഹോളിക തലേ ദിവസമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം ഇതേപോലെ ഈ ഒരു ചടപ്പുണ്ട്. വളരെ ഒരു ഭയങ്കര ഒരു തീക്കുണ്ട ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോളിക വെന്തു പോകുന്നുള്ള ആ ഒരു വെന്തു പോകുന്നുള്ള ആ ഒരു രീതിയാണ്. അഗ്നിയിൽ അവള് പോകുന്നു. മനസ്സിലായി പറഞ്ഞത്, അഗ്നി അവളെ സർവൈവ് ചെയ്യാൻ അനുഗ്രഹിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അഗ്നിദേവൻ അവർക്ക് വരം കൊടുത്തത്,
നല്ല സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമേ നീ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഭഗവാന്റെ ഭക്തനായിട്ടുള്ള കുട്ടിയാണ് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഹോളിക തന്നെ അതിനകത്ത് ബന്ധു മരിച്ചുപോയി. അങ്ങനെ അവിടെ നിന്നിട്ടും രക്ഷപ്പെട്ടു. അങ്ങനെ പ്രഹ്ലാദനെ എന്തൊക്കെ ചെയ്തെനിക്ക് മരിക്കാൻ പറ്റുന്നില്ല, കൊല്ലാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവസാനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹിരണ്യകശിപു മകനെ പിന്നെ ഒന്നും കൂടിയൊക്കെ ഒരുപാട് എന്നുണ്ടെങ്കിൽ ഗുണദോഷിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, മകനെ ഇനി മകനൊരിക്കലും അങ്ങനെ പറയരുത്. ഓ ഹിരണ്യകശിപായ നമ എന്ന് പറയണത് നമ്മൾ അസുരന്മാരാണ്, ദേവന്മാരല്ല. എന്നിട്ട് നമ്മുടെ ഈ വിഷ്ണുവാണ്, ഈ വിഷ്ണു ചതിയനാണ്, ഈ വിഷ്ണുവാണ് നമ്മുടെ ഹിരണ്യാക്ഷനെ കൊന്നത്. ഒരിക്കലും നീ നാരായണ എന്നുള്ള നാമം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛാ, സർവ്വത്തിലും ഭഗവാനാണുള്ളത്, ഒരു അണുവില് പോലും ഭഗവാനുള്ളത്. ആ ഭഗവാനെ നമ്മൾ എതിർത്തിട്ട് പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അച്ഛനും ഒരു കാര്യം ചെയ്യും, ഓം നാരായണായ നമാന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോഴത്തേക്കോ ദേഷ്യത്താൽ ഉറഞ്ഞു തുള്ളിയിട്ട് ചോദിച്ചു, നിന്റെ വിഷ്ണു ഇവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഈ തൂണിലുണ്ട്, അവിടെ ഉള്ള ഒരു തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ വിഷ്ണു എല്ലായിടത്തും ഉണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. എന്നാ ഈ തൂണിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അച്ഛാ ഈ തൂണിലും എന്റെ വിഷ്ണു ഉണ്ടെന്ന് പറയും. അങ്ങനെ ആ വിഷ്ണു ആ തൂണിലും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ നീ ഒന്ന് കാണട്ടെ എന്ന്, നിന്റെ വിഷ്ണുവിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഒറ്റ വെട്ടാ കൊടുക്കുന്നേ. നരസിംഹ ഭഗവാൻ ദാ വരുന്നു എന്നുള്ളതാ. അതിൽ ആ തൂണിൽ നിന്നിട്ട് നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയിന്നാഹൂർണാരികദണ്ഡഗുണ്ടഗുഹരേ ഹോരസ്തവാഭൂദ്രുവാഹ. അങ്ങനെ വളരെ ഒരു സ്ഫോടനം പോലെയുള്ള ഒരു ശബ്ദത്തോടുകൂടി, അലർച്ചയോടുകൂടി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നേരെ ഹിരണ്യകശിപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനൊന്നുമല്ല. ബ്രഹ്മാവിൽ നിന്നിട്ട് വരദാനം കിട്ടിയ ആളാണ്. രണ്ടുപേരുടെ ഭയങ്കര ഫൈറ്റിങ്. ഭഗവാൻ എന്തോ ഇതൊക്കെ ഒരു വെറും കുട്ടിക്കളി മാത്രമാണ്. അവനൊന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനും കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് എല്ലാവരോടെ പറഞ്ഞു, സന്ധ്യക്ക് കൊല്ലാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വരം കൂടി ഉണ്ട്. അസുരന്മാർക്ക് സന്ധ്യാസമയത്ത് ആവുന്ന സമയത്ത് എന്താ, അവർക്ക് ശക്തി കൂടും. ഭഗവാനെ ഇവൻ അസുരനാണ്, ഇവനെ നേരത്തെ തന്നെ കൊല്ലണം. നേരെ ആ സന്ധ്യയ്ക്ക് ഒക്കത്തില്ല, പകലും ഒക്കത്തില്ല. മനസ്സിലായോ? ത്രിസന്ധ്യ സമയത്തേ ഇവരെ കൊല്ലാൻ പറ്റത്തുള്ളൂ. സന്ധ്യ തന്നെ രണ്ടുണ്ട്. ആ സമയത്ത് കൊല്ലാൻ പറ്റൂ. ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദേവതകളും ഭഗവാനെ സ്തുതിക്കുന്നു. ആ ആകാശത്ത് നിന്നിട്ട് ആ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഹിരണ്യകശിപുവിനെ താഴെയും പറ്റില്ല, ആകാശത്തും പറ്റില്ലല്ലോ. ഹിരണ്യകശിപുവിനെ തന്റെ മടി കിടത്തുന്നു. മടി കിടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ആയുധം ഉപയോഗിക്കാൻ പാടില്ല. ആയുധം ഉപയോഗിക്കുന്നില്ല, തന്റെ നഖങ്ങളാല് ഹിരണ്യകശിപുവിനെ വലിച്ചു കീറുന്നു എന്നുള്ളതാണ് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? മനുഷ്യനും പറ്റത്തില്ല, മൃഗവും പറ്റത്തില്ല. അതാണ് നരസിംഹമായിട്ട് വന്നത്. പകുതി നരനും പകുതി സിംഹമായിട്ട് ആ നരസിംഹ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അങ്ങനെയാ ഹിരണ്യകശിപുവിനെ പിളർത്തി കുടല് മാല എല്ലാം അവിടെ എടുത്തിട്ട് ഭഗവാനാണെന്നുണ്ടെങ്കിൽ അണിയുന്നു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ രുദ്രം എന്ന് പറഞ്ഞ രക്തം കുടിക്കുന്നു. എന്നിട്ടൊന്നും ദേഷ്യം മാറുന്നില്ല. ഹിരണ്യകശിപു ഇത്രയെല്ലാം ഹിരണ്യകശിപുവിന് ഇങ്ങനെയെല്ലാം ചെയ്തതിനു ശേഷവും ഭഗവാന് ദേഷ്യം മാറുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഭക്തനായിട്ടുള്ള ആ കുഞ്ഞിനെ എത്രയായി ഹിരണ്യകശിപു ഉപദ്രവിച്ചത്. അതുകൊണ്ട് ആ ദേഷ്യത്താലാണെന്നുണ്ടെങ്കിൽ ആ ശവശരീരം തട്ടി താഴെ ഇട്ടു. എന്നിട്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ അങ്ങ് കുടിക്കുകയോ ഭഗവാൻ ചെയ്ത്. ആ രൂപം കണ്ടിട്ട് എല്ലാ ദേവതകളും പേടിച്ചുപോയി. ഭഗവാന്റെ ഈ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും കൂടി ആലോചിച്ചു. ചെന്നു വൈകുണ്ഠത്തിൽ എന്നിട്ട് ലക്ഷ്മി ദേവിയെ കൊണ്ടുവന്നു. അറ്റ്ലീസ്റ്റ് ലക്ഷ്മി ദേവി പറഞ്ഞാലെങ്കിലും ഭഗവാന്റെ കോപം തീരുമെന്ന് വിചാരിച്ചിട്ട്, ശമിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ലക്ഷ്മി ദേവി നല്ല സുന്ദരിയായിട്ട്, അല്ലെങ്കിൽ തന്നെ സുന്ദരിയാണ്. എന്നിട്ട് കുറെ കൂടി അണിഞ്ഞൊരുങ്ങിയൊക്കെ നല്ല ആടിപ്പാടിയൊക്കെ ബ്രഹ്മാവ് പറഞ്ഞപ്പോ ഞാനിപ്പം ദേഷ്യം ശമിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഓവർ കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്തു? വരുന്നു ഈ സ്ഥലത്ത്. വരുന്ന സമയത്ത് ആ രുതിരം കുടിച്ച് രക്തം കുടിച്ച് ഹോതും പറഞ്ഞ ഭഗവാന്റെ ആ അലർച്ചയിലുണ്ടല്ലോ, അസുര സ്ത്രീകളുടെ ഗർഭപാതം പോലും ഉണ്ടായി എന്നുള്ള, അബോർഷൻ പോലും ഉണ്ടായി എന്നുള്ളതാ. അങ്ങനെ ലോകം നടുങ്ങുമാർ ഉച്ചത്തില് ഭഗവാനാണെന്നുണ്ടെങ്കിൽ അവിടെ അലറിക്കൊണ്ട് നിൽക്കുന്നു. ആ സമയമാണ് ലക്ഷ്മി ദേവി വരുന്നത്. ലക്ഷ്മി ദേവി പേടിച്ചിട്ട് പിൻപോട്ട് മാറിയിട്ട് പറഞ്ഞു, ഇതെന്റെ ഭർത്താവല്ല, ഇദ്ദേഹത്തെ
എന്റെ ദേശത്തെ ശമിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ലക്ഷ്മി ദേവി പിൻവാങ്ങിയപ്പോ ഇവര് ഭഗവാന്റെ കോപം ഒരിക്കൽ ശമിപ്പിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടത്? അതിലെന്ത് ചെയ്തു? പ്രഹ്ലാദനോട് പറഞ്ഞു. പ്രഹ്ലാദൻ മുഖാന്തരമാണല്ലോ ഭഗവാൻ ഈ അവതാരം എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് പ്രഹ്ലാദൻ തന്നെ ചെന്നിട്ട് ഭഗവാന്റെ ദേഷ്യത്തെ ശമിപ്പിക്കൂ എന്ന് പറയുന്നു. നോക്കിക്കൊണ്ട് 5 വയസ്സുള്ള കുട്ടിയായി പ്രഹ്ലാദന് യാതൊരു പേടിയും വന്നില്ല. യാതൊരുവിധ സങ്കോചവും കൂടാതെ എന്ത് ചെയ്തു? പ്രഹ്ലാദൻ നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നു. ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് 2 കൈയും കൂപ്പിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു എങ്ങനെ സ്തുതിക്കണമെന്നൊന്നും അറിയില്ല. ഭഗവാനാണെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി ആ കുട്ടിയെ ചില ഫോട്ടോകളുണ്ട് കേട്ടോ. അങ്ങനെ ലാളനയോടുകൂടി പ്രഹ്ലാദനെ അതെന്നുണ്ടെങ്കിൽ സംസിംഹം ഇങ്ങനെയാ തുടച്ച് സിംഹക്കുട്ടികളെ എങ്ങനെയാ തുടയ്ക്കുന്നത്, അതേപോലെ നക്കി തുടച്ച് 2 കൈ കൊണ്ട് വാരിയെടുത്ത് ഉമ്മയെല്ലാം വെച്ച് പ്രഹ്ലാദന് യാതൊരുവിധ പേടിയും ഭയവും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതാ പറയുന്ന ഭക്തന്മാർക്കുണ്ടല്ലോ, ഈ ഭഗവാൻ ഏത് രൂപത്തിലായി കഴിഞ്ഞാലും അവർക്ക് യാതൊരുവിധ ഭയവും ഉണ്ടാവില്ല. ഭഗവാനെ പ്രഹ്ലാദ സ്തുതിക്കുന്നു. ദുർഗരയിൽ ലോകിക്കുന്നാഥൻ നരസിംഹ അർദ്ധവൈരി പരാക്രമവാദിതെ അഗ്നിനേത്ര ലോകവ്യാപ്ത വിദ്യാമുഖ അഗ്നി വിഭൂതി സ്വരൂപണമവയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത്. അവസാനം പറയുന്ന വേദാന്ത വിദ്യായ വിഷ്ണുവേദി നമോ വേദസ്വരൂപായ നിത്യം നമസ്തുതേ എന്ന് പറഞ്ഞിട്ട് ആ സ്തുതി, പ്രഹ്ലാദ സ്തുതി എന്ന് പറഞ്ഞ ഭാഗവതത്തിൽ ഭയങ്കര ഫേമസ് ആണെന്നുള്ളത്. അങ്ങനെ ഭഗവാനെ സ്തുതിച്ച് ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി പ്രഹ്ലാദനാണെന്നുണ്ടെങ്കിൽ പ്രഹ്ലാദൻ ഒന്നും ആഗ്രഹിച്ചില്ലെന്ന് ഓർത്തോണം. പ്രഹ്ലാദൻ അവിടെ തപസ്സും ചെയ്തിട്ടില്ല. പ്രഹ്ലാദൻ എന്താ ഗർഭത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നാരദരിൽ നിന്നിട്ട് വേണ്ടുന്നത് പോലെ ഭഗവാന്റെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്തുതിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഭാഗവതം അധ്യായം എല്ലാം കേട്ട് വളരുന്ന കുട്ടിയാണെന്നുള്ളത്. അത്രയ്ക്കും ദൃഢമായി പ്രഹ്ലാദന് ഭഗവാനിലെ ആ ഉറച്ച ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കും ഞാനും നിങ്ങളോട് എപ്പോഴും പറയുന്നത് എന്താ, നമ്മള് അതെന്നുണ്ടെങ്കില് ഭഗവാന് നമുക്ക് സമയമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തൊഴുത് ഒരു തുളസിയില എടുത്തിട്ട് ആ തൃപ്പാദത്തിൽ വെച്ചാൽ മതി. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾ നാമം ജപിക്കണമെന്നൊന്നുമില്ല. 3 മണിക്കൂർ നാമം ജപിക്കുന്നത് എന്താ മനസ്സ് എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയൊക്കെ വ്യവഹരിച്ചിട്ട് നാമം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്നുമില്ല. നമ്മുടെ നാവിന്റെ എക്സർസൈസ് മാത്രമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ, ഭഗവാന്റെ ആ തൃപ്പാദത്തില് നമുക്ക് നമ്മുടെ സമയത്തിനും നമ്മുടെ കർമ്മങ്ങളും ചെയ്യണം. കർമ്മങ്ങളോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളിലും മുന്നോട്ട് വരണം. അങ്ങനെ നമ്മളുണ്ടല്ലോ, നമ്മുടെ ഭക്തി ദൃഢമാണെന്നും ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രഹ്ലാദനെ എങ്ങനെയാണ് രക്ഷിച്ചത്? ഇത്രയും വലിയ അസുരനിൽ നിന്നാണ് പ്രഹ്ലാദനെ രക്ഷിച്ചെന്നുള്ള എത്രയോ തവണ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഹിരണ്യകശിപു സ്വന്തം അച്ഛൻ ശ്രമിച്ചെന്നറിയാമോ? അതാണ് എന്റെ ഭക്തനെ ഇത്രയും വേദനിപ്പിച്ച ഈ ഹിരണ്യകശിപുവിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാ ഭഗവാൻ ആലോചിച്ചെന്നുള്ളത്. എന്നിട്ട് പ്രഹ്ലാദനോട് പറഞ്ഞു, ശരി നിനക്ക് എന്താ വരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോ പറയും, ഭഗവാൻ എനിക്ക് ഒരു വരവും വേണ്ട, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നരകത്തിൽ പോവാൻ ഇടവരരുതേ, എന്റെ അച്ഛന് മോശം കൊടുക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയാ പ്രഹ്ലാദൻ ഭഗവാനോട് വെച്ചിരുന്നതാ. ഭഗവാന് വളരെ സന്തോഷമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. പിച്ചല എന്ന് പറഞ്ഞ കഴിഞ്ഞ 7 തലമുറയ്ക്കും ഇപ്പൊ 7 തലമുറ, പിന്നെ വരാൻ പോകുന്ന 7 തലമുറ, അങ്ങനെ ആ 21 തലമുറയ്ക്കാണ് ഭഗവാന് അനുഗ്രഹം കൊടുത്തെന്നുള്ളതാണ്. നിന്റെ കുടുംബത്തിൽ ആരെ ഞാൻ ഒരിക്കലും കൊല്ലത്തില്ല. അങ്ങനെയാണ് ഈ ബലി. പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി. ആ മഹാബലിയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന് കൊന്നിട്ടില്ലല്ലോ. പക്ഷെ ഭഗവാൻ അവനൊക്കെ എന്ന് പറഞ്ഞ ഒരു ലെസൺ കൊടുത്തതേ ഉള്ളൂ. ഒരു ഇച്ചിരി അഹങ്കാരം ഉണ്ടായതുകൊണ്ട് ഒരു പാഠം പഠിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അനുഗ്രഹിക്കുക ചെയ്യുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് ഭഗവാനാണെന്നുണ്ടെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആ കഥയാണ് നമുക്ക് എന്താണ് പ്രഹ്ലാദ ചരിതം ദശക 24-ലും 25-ലുമായിട്ട് പറയുന്നത്. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹ അവതാരമ, 24-ല് പ്രഹ്ലാദന്റെ ചരിതം പറയും. അതാണ് ഏറ്റവും ഇതാണ്. ഇന്ന് നമുക്ക് തുടങ്ങാമല്ലോ അല്ലെ? തുടങ്ങാം മാതാജി.
ദശക 24 പ്രഹ്ലാദ ചരിതം. ഹിരണ്യാക്ഷേ പുത്രീ പ്രഭരവപുഷാ ദേവ ഭവത തദേശോഹ ക്രോധാ ക്ലൈവതധൃതിരേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ്യ. ഇത് ഇച്ചിരി പാടാ കേട്ടോ, ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുവേ. ഹിരണ്യ പ്രാരംഭ്യ കശുരമാരാരാതി സദസി പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മതിരിവോ ഹിരണ്യാക്ഷേ പുത്രീ പ്രവരബഹുശാ ദേവ ഭവത ഹദേശോ ക്രോധാ ക്ലിവിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ്യ കശിപുരമരാരാരി സദസി പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മതിരിപോ ഹിരണ്യാക്ഷേ പുത്രീ പ്രവരബഹുശാ ദേവ ഭവത ഹദേശോ ക്രോധാ ക്ലിവിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ്യ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മതിരിപോ ഹിരണ്യാക്ഷേ പുത്രീ പ്രവര ബഹുശാ ദേവ ഭവത ഹദേശോ ക്രോധാ ക്ലിവിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ്യ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മതിരിപോ ഹിരണ്യാക്ഷേ പുത്രീ പ്രവര ബഹുശാ ദേവ ഭവത ഹദേശോ ക്രോധ ക്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ്യ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മതിരിപോ പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മതിരിപോ ഹദേശോ ക്രോധ ക്ലപിതധൃതി രേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ്യ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മതിരിപോ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി വിളിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹിരണ്യാക്ഷേ പുത്രീ പ്രവരവപുഷാ ദേവ ഭവത ഹദേശോക ക്രോധ ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യ പ്രാരംഭ കശുപു അരമരാതി സദസി പ്രതിജ്ഞാമാദേന തവ കില പദാർത്ഥം മതിരിപോ. ഹരിപോ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഹിരണ്യാക്ഷേ ബോധി പ്രവര വപുഷാ ദേവ അതേ ശോക ക്രോധ ലപിത ധൃതിരേതസ്യ സഹജ ഹിരണ്യ പ്രാരംഭ കശിപുര മരാരാതി സദസി പ്രതിജ്ഞാമാദേനെ തവ കില പദാർത്ഥം മധുരിപോ. ഹരേ കൃഷ്ണ. ഹരിപോ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നീ അടുത്താൽ വായിക്കൂ. ഹരേ കൃഷ്ണ. ഹിരണ്യാക്ഷേ പുത്രീ പ്രവര ബഹുശാ ദേവ ഭവത ഹദേ ശ്ലോക ക്രോധ ക്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ കശിപുരപരാരാതി സദസി പ്രതിജ്ഞാമാദേനി തവ കില പദാർത്ഥം മധുരിപോ. ഹരിപോ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഒരു പ്രവചോട് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ഹിരണ്യാക്ഷേ ബോധി പ്രവര വപുഷാ ദേവ ഭവത ഹദേ ശോക ക്രോധ ക്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യ പ്രാരംഭ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാദേനേ തവ കില പദാർത്ഥം മധുരിപോ. വെരി ഗുഡ്. ഹിരണ്യാക്ഷേ പുത്രീ പ്രവര വപുഷാ ദേവ ഭവത. ഹിരണ്യാക്ഷനെ എന്താ ചെയ്തത്? ഹിമരാന്തക വരാഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് എന്ത് ചെയ്തു? ഹിരണ്യാക്ഷനെ അങ്ങ് വധിച്ചുവല്ലോ. ഹരേ ശോകക്രോധ ക്ലിപിത ധൃതിരേതസ്യ സഹജ. അങ്ങനെയാണുമ്പോ ഹിരണ്യകശിപു അല്ലേ ഹിരണ്യാക്ഷനെ വധിച്ചു. ഭഗവാന് വരാഹമൂർത്തിയായിട്ട് വന്നിട്ട് എന്നിട്ട് പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ആ ഹിരണ്യകശിപു എന്താ ചെയ്തത്?
ശോക ക്രോധ ക്ലിവിത ധൃതി, ശോകവും ക്രോധവും എല്ലാ അമർഷവും ദുഃഖവും എല്ലാം കൊണ്ട് സന്തോഷം മിക്കവാറും നശിച്ചു അവന്റെ. എന്നിട്ട് അമരാരാധി സദസ്സി തവ, നിന്തിരുവടിയെ തവ അങ്ങയെ, അമരാരാധി എന്ന് പറഞ്ഞ അസുരന്മാരുടെ ആ സദസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? പ്രതിജ്ഞ ആദേന കില പദാർത്ഥം പ്രതിജ്ഞ, അങ്ങയെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാ ഹിരണ്യാക്ഷന് ഹിരണ്യകശിപു. മൈക്കൊന്ന് ഓണാക്കാമോ മാതാജി? വരാഹമൂർത്തിയായിട്ട് അവതരിച്ച അന്ന് ആ ഹിരണ്യാക്ഷനെ കൊന്നപ്പോഴെന്ത് ചെയ്തു? ഏതസ്യ സഹജ ഹിരണ്യാക്ഷേഹര ഏതസ്യ സഹജ ഹതേശോ ക്രോധം. ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായിട്ട് അങ്ങ് നിഗ്രഹിച്ച സമയത്ത് ഇപ്പൊ എന്തായി? ഹിരണ്യാക്ഷന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യകശിപു എന്ത് ചെയ്തു? ശോകക്രോധ ക്ലിവിത ധൃതി, ദുഃഖവും അമർഷവും മുട്ടിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? എല്ലാ സന്തോഷവും അവനെ നശിച്ചു. അങ്ങനെ ആയപ്പോ എന്ത് ചെയ്തു? പ്രതിജ്ഞാമ അമരാരാധ സദസ്സി, അമരന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുര സദസ്സില് എന്ത് ചെയ്തു? പ്രതിജ്ഞ ചെയ്തു. അതേനെ തവകില പദാർത്ഥം പുരരിപു, ഞാന് ആ വിഷ്ണുവിനെ കൊന്നിട്ടേ ഉള്ളൂ, ബാക്കി കാര്യമെന്ന് അമരന്മാരുടെ അസുരന്മാരുടെ സദസ്സിൽ വെച്ചിട്ട് ആരാണ് പ്രതിജ്ഞ ചെയ്യുന്നത്? ഹിരണ്യകശിപു പ്രതിജ്ഞ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷനെ ആര് കൊന്നു? ഭഗവാൻ സ്വയം വരാഹമൂർത്തിയായിട്ട് വന്നിട്ട് കൊല്ലുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ആ വിഷ്ണുവിനെ കൊന്നിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ആര് പ്രതിജ്ഞ ചെയ്യുന്നു? ഹിരണ്യകശിപു പ്രതിജ്ഞ ചെയ്യുന്നു. വിദാസാരംഗോരം സകലു തമസിത്യാനചിരതഃ പുരാ സാക്ഷാ കുർവൻ സ്വതന്ത്രം പരല്ലത്യാതൃപ്തോ ജഗതിക ഭവന്നായകമിത പരീക്ഷം നിദ്രാത് അഹരത ദിവം താമഗണയൻ വിദാധാരം ഘോരം സഹലു തമസിത്യ നചിരതഃ പുരാ സാക്ഷാ കുർവൻ സുരനരമൃഗാദൈരനിധനം വരം ലത്യാതൃപ്തോ ജഗതിക ഭവന്നായകമിത പരീക്ഷം നിദ്രാത് അഹരത ദിവം താമഗണയൻ വിദാധാരം ഘോര സഹല തപസിത്യ നചിരതഃ പുരാ സാക്ഷാ കുർവൻ സുരനരമൃഗാദൈരനിധന വരലപ്ത്യാതൃപ്തോ ജഗതിക ഭവന്നായകമിത പരീക്ഷം നിദ്രാത് അഹരത ദിവം താമഗണയൻ വിദാധാര ഘോരം സഹലു തപസിത്യ നചിരതഃ പുരാ സാക്ഷാത് കുർവൻ സുരനരമൃഗാദൈര നിധനം വരം ലപ്താ തൃപ്തോ ജഗതിക ഭവന്നായകമിത പരീക്ഷം നിദ്രാത് അഹരത ദിവം താമഗണയൻ വിദാധാരം ഘോരം സഹലു തപസിത്യ നചിരതഃ പുരാ സാക്ഷാ കുർവൻ സുരനരമൃഗാദൈര നിധന വരം ലപ്താ തൃപ്തോ ജഗതിക ഭവന്നായകമിത പരേശം നിദ്രാത് ഹരത ദിവം താമഗണയൻ വായിക്കാൻ പറ്റൂ? ഹരേ കൃഷ്ണ. വായിച്ചു. ഓ നമോ ഭഗവതേ വാസുദേവായ. വിദാതാരം ഹോരം സഖലു തപസിത്വനചരിതാഃ പുരം സാക്ഷാത് കുർവൻ സുരനരമൃഗാദൈരനിധനം വരം ലബ്ധാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിദം പരീക്ഷുന്ദന്നിന്ദ്ര അഹരത ദിവം ത്വാമഗണയൻ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്ത ആള്. വിദാതാരം ഘോരം സകലു തപസിത്വാനചിരതഃ പുരസ്സാക്ഷാത് കുർവൻ സുരനരമൃഗത്തേരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗതിക ഭവന്നായകമിദം പരീക്ഷുന്ദന്നിന്ദ്രാത് അഹരത ദിവം ത്വമഗണയൻ താമഗണയൻ. ഒരു പ്രവചോട് വായിച്ചോളൂ. വായിക്ക്. പ്രവചമാരൊന്നും ഇല്ലയോ? എല്ലാരും പോയോ?
ഞാൻ വായിച്ചു. ഓക്കെ. വായിക്കൂ. ഹരേ കൃഷ്ണ, വായിച്ചു. ധാതാരം ഘോരം സഖലു തപസ്സിത്വാ ന ചിരത പുരസാക്ഷാത് കുർവൻ സുരനര മൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ ധൃതോ ജഗതിഹ പവന്നായകമിദം പരിക്ഷുന്ദൻ ഇന്ദ്രാദ ഹരത ദിവം ദ്വാമഗണയൻ. വെരി ഗുഡ്. വിധാധാര ഘോരംശകലു തപസ്സിത്യാന ചിരത. എന്താ ചെയ്തത്? ഘോരമായിട്ടുള്ള തപസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിട്ടാ? പുരസാക്ഷാ കുർവൻ സുരനര മൃഗ അധീര നിധനം. അനിധനം വരം ലബ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻദേവ്, ഞാൻ പറഞ്ഞല്ലോ, ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യുന്നത്. ദേവന്മാരോ മനുഷ്യന്മാരോ തിരുക്കളോ ഒന്നും എനിക്ക് മരണം ഉണ്ടാവരുതെന്ന് പറഞ്ഞാണ് ഈ തപസ് ചെയ്യുന്നത്. അതും ഘോരമായിട്ടുള്ള തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഗ്നി ചുറ്റിനും കൂട്ടി ചൂട് സമയത്ത്, മനസ്സിലായോ? തണുത്ത സമയത്ത്, തണുപ്പ് കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആയുസിന്റെ പുറത്ത് ഒറ്റക്കാലല്ലേ തപസ് ചെയ്യുന്നത്. അതേപോലെ മഴസമയത്ത് എന്ത് ചെയ്തു? വെള്ളത്തിലിറങ്ങി, ജലത്തിലിറങ്ങി നിന്നിട്ട് തപസ് ചെയ്യുന്നു. അത്രയ്ക്കും ഘോരമായിട്ടുള്ള തപസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാ തപസ് ചെയ്യുന്നത്? പുരസാക്ഷാ കുർവൻ സുരനര മൃഗ അധീര അനിധനം എന്ന് പറഞ്ഞ ഒരു മൃഗങ്ങളോ സുരന്മാരോ നരന്മാരോ ഒന്നും എന്നെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ തപസ് ചെയ്യുന്നത്. വരം ലബ്ധ്യാദൃത്തോ ജഗതിക ഭവന്നായകവിധം. വരം ആരാണ്? അവസാനം ബ്രഹ്മാവിനവിടെ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അത്രയ്ക്കും ഘോരമായിട്ടുള്ള തപസ്സായിരുന്നു. പരശുന്ദരാധഹരത ദിവം താമഗണയനെ. എന്നിട്ട് എന്താ ചെയ്തത്? ഈ അസുരന്മാരുടെ എല്ലാം ഒരു കുഴപ്പമാണെന്നുള്ളതാ. എന്താ? വരം കിട്ടുന്ന സമയത്ത് ഉടനെ അവര് സ്വയം അഹങ്കാരികളായി തീരും എന്നുള്ളത്. അഹങ്കാരികളായിട്ട് തീർന്ന് അവര് വരം വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ വരമായിരിക്കും. അതോണം കഷ്ടപ്പെട്ടിട്ടായിരിക്കും വരം വാങ്ങിക്കുന്നത്. പക്ഷെ ആ വരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അഹങ്കാരികളായി തീരും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരിലും ഇത് തന്നെ ഉണ്ടെന്നുള്ളത്. ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് അവരെന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനാര് നീ ആര്, നാരായണ പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാലോ പൂരായണ പൂരായണ എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെയുള്ളവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട് എന്നുള്ളതാ. പിന്നെ അവരങ്ങ് മറന്നു പോകും കഴിഞ്ഞ കാലങ്ങളെ പറ്റി എന്നുള്ളത്. അങ്ങനെ ആ മറവിയിൽ കൂടി അവർ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും അവർക്കൊരു ശരിക്കും ഒരു അടി കൊടുക്കുന്നത്. ആ അടിയോടുകൂടി അവർ തറ പറ്റി പോകുന്നു. പിന്നെ അവർക്ക് ഉയർന്നെഴുന്നേക്കാൻ പ്രയാസമാണ്. ഇവിടെ ഹിരണ്യകശിപുവിനും അത് തന്നെയല്ലേ പറ്റിയത്. ഇത്രയും കഠിനമായിട്ട് തപസ് ചെയ്തിട്ട് വരം വാങ്ങിച്ചിട്ട് എന്താ അവൻ ചെയ്തിരിക്കുന്നത്? അഹങ്കാരിയായി എന്നുള്ളത്. അനിധനം വരലപ്ത ദൃപ്ത ഇഹതാം അഗണയന്. ഭഗവാനെ പോലും കണക്കാക്കുന്നില്ല അവിടെ. മനസ്സിലായോ? അവരുടെ രാജ്യത്ത് ഭഗവൻ നാമം ഉച്ചരിക്കാൻ പാടില്ല. ഭഗവൻ നാമം ഉച്ചരിക്കുന്നവരെ എല്ലാവരെ ആണെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ശിക്ഷകൾ കൊടുത്ത് ഒതുക്കുമായിരുന്നു ചെയ്യുന്നതെന്നുള്ളത്. എല്ലാരോടും പറഞ്ഞു, ഓ ഹിരണ്യകശിപായേ നമഃ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ തരത്തിലും ഭഗവാന്റെ നാമം അവിടെ നിന്നിട്ട് പോയി എന്നുള്ളതാണ്. ഇതം ജഗത്ത് പരിശുദ്ധൻ നിദ്രാധഹരത ദൈവം താമഗണയനെ. എന്ത് ചെയ്തു? ജലത്തിനെ തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് നാമയിലൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പോസിറ്റീവ് എനർജി എവിടെയാ വരുന്നത്? അന്നേരം ആ പോസിറ്റീവ് എനർജി ഇല്ലാത്തത് കൊണ്ട് എന്താ പറ്റിയിരുന്നത്? ഭഗവാന്റെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യക്ഷമായിട്ടോ അപ്രത്യക്ഷമായിട്ടോ ഉള്ള ആ ഒരു എനർജിയാണ് ഈ ലോകത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്നുള്ളതാ. നാമങ്ങളേ ഇല്ല, ദേവന്മാരുടെ യാഗമില്ല, യജ്ഞമില്ല. അവർക്ക് യാഗത്തിലും യജ്ഞത്തിലും കിട്ടുന്നതാണ് അവരുടെ എല്ലാ എനർജി. പക്ഷെ അതൊന്നുമില്ല. അങ്ങനെ ഭഗവത് നാമത്തിനെ തകർത്തെറിഞ്ഞത് കൊണ്ട് ജഗത്തിനെ തകർത്തു അവന്. എന്നിട്ട് എന്ത് ചെയ്തു? പരിശുദ്ധ ഇന്ദ്രാദഹരത. സ്വർഗലോകത്തിൽ നിന്ന് ആരെ? ഇന്ദ്രനെ അവിടെ നിന്നിട്ട് ഓടിച്ചു എന്നുള്ളതാ. തട്ടിത്തെറിപ്പിച്ചു. ഇന്ദ്രപദവി തട്ടിത്തെറിപ്പിച്ചിട്ട് അവയും സ്വർഗലോകം വാഴാനും തുടങ്ങി. അങ്ങനെ അഹങ്കാരിയായിട്ട് ഹിരണ്യകശിപു വാഴ്ത്തു അവിടെ. സതവേ മന്ത്രദ്രോണ്യാ തവ പരമദാരുണ ഓട്ടബാഹോ നഭോ ദിഷ്ടി പാദാങ്കുഷ്ടാശ്രിതാവലീന പറയുന്നത് ഭാഗവതത്തിലും. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? നിഹന്തം താപോയ തവ പരമമാപ്തസ്യ ജനിഭോ വികീർദിഷ്ടേരന്ദേ സൂക്ഷ്മപുഷാ തദന്നുച്ചൈത തത്രാപ്യ അഖില ഭുവനാന്തേ ച മൃഗയൻ
പിയായാരമത്യ സകലുദിതകാശീ നിവൃതേ നിഹന്തം ദാഭൂയ തവ പദ അവാപ്തസ്യ ജരിപൂർ ബഹിർദിഷ്ടേരന്തർദിതകൃതയേ സൂക്ഷ്മബഹുശാ നദന്നുച്ചേസ്തേ തത്രാപ്യ അഖില ഭുവനാന്തേ ച മൃഗയൻ പിയായാദം മത്യ സകലുജിതകാശീ നിവൃതേ. സാന്ദ്രാനന്ദൻ ടൂണാണിത്. അതിന് നിഹന്തം ദാഹൂയ തവ പദ അവാപ്തസ്യ ജരിപോൻ ബഹിർദിഷ്ടേരന്തർദിതകൃതയേ സൂക്ഷ്മബഹുശാ നദന്നുച്ചേസ്തേ തത്രാപ്യ അഖില ഭുവനാന്തേ ച മൃഗയൻ പിയായാദം മത്യ സകലുജിതകാശീ നിവൃതേ. നിഗന്ധം ദാപൂയ തവ വര അവാപ്തസ്യ ദരിപോ ബഹിർദിഷ്ടേരന്തർദിത ഹൃദയേ സൂക്ഷ്മ ബഹുശാ നദന്നുച്ചൈസ്തത്രാപ്യ അഖില ഭുവനാന്തേ ച മൃഗയൻ പിയായാദം മത്യ സകലു ജിതകാശി നിവൃത്തേ. ജിതകാശി നിവൃത്തേ വായിക്കാൻ പറ്റൂ? ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. നിഹന്തും ത്വാം ഭൂയ തവ പദ അവാപ്തസ്യ ചരിപോ ബഹിർദൃഷ്ടേ അന്തർദരിതകൃതേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈ തത്രാപി അഖില ഭുവനാന്തേ ച മൃഗയൻ പിയായാദം മത്വാ സകലു ചിതകാശീ നിവൃതേ. ഹരിബോ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കൊടുത്താള്. നിഹന്തും ത്വം ഭൂയാസ്തവ പദമവാപ്യസ്യ ചിരൈ ബഹിർദൃഷ്ടേരന്തർദിതകൃതേ സൂക്ഷ്മവപുഷാ നദുന്നൈശ്ചൈസ്തത്ര അഖില ഭുവനാന്തേ ച മൃഗയൻ യായാദം മത്വാ സകലുജിതകാശീ നിവൃതേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഈ അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ. നിഹന്തും ത്വാം ഭൂയ തപ പദമവാപ്തസ്യ ചരിവോ ബഹിർദൃഷ്ടേർദർദിത ഹൃദയ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സഖലുജിതകാശീ നിവൃതേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയോട് വായിച്ചോളൂ. വായിക്കേ. ഹരിബോൾ. ആദികർത്ത പ്രഭു എന്താ വായിക്കത്തെ? മഹാബന്ധു പ്രഭു ഒക്കെ വായിക്കൂ. ഹരിബോൾ. അരേ പ്രഭുജിമാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല അല്ലേ? നിഗന്ധം പോയ തവപദ അവാപ്തസ്യ ദരിപോർ. ഞങ്ങളെ പെണ്ണുങ്ങളെ കണ്ടുപിടിക്കുക. ഈ പ്രഭുജിമാർക്ക് അങ്ങ് ഒന്നും അറിയില്ല. അവർ പേടിച്ചിട്ടിരിക്കുക. തെറ്റിക്കഴിഞ്ഞാലോ എന്നുള്ള പേടി. ഹരേ കൃഷ്ണ മാധവ്. ഹരേ കൃഷ്ണ മാധവ്, ഞാൻ ഡൽഹിയിലാണ്. ഞാൻ നാളെ എത്തത്തുള്ളൂ രാത്രിയിൽ. അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. പുസ്തകം ഇല്ല അല്ലേ? അത് ശരി. ഇവിടെയും പുസ്തകം ഇല്ല മാതാജി. ആദികർത്ത പ്രഭുവിനും പുസ്തകം ഇല്ലയോ? അതെ, ഇവിടെ പുസ്തകം ഇല്ല. ഹരിബോൾ. ഹരേ കൃഷ്ണ. നിഗന്ധന്ത പോയ തവപദം അവാപ്തോർ. എന്നിട്ട് എന്താ ഇവര് ചെയ്തതെന്ന് അറിയാമോ? നിഗന്ധം തം താ പോയ തവപദം അവാപ്തോർ. അങ്ങയുടെ സ്ഥാനത്ത് വന്നു. എന്താ? എവിടെയാണ്? വൈകുണ്ഠത്തില്. മനസ്സിലായോ? ഭഗവാനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവൻ എല്ലാ ലോകങ്ങളും വെട്ടിപ്പടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഭഗവാനെ നേരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിൽ ചെല്ലുക. വൈകുണ്ഠത്തിൽ ചെന്ന സമയത്ത് എന്താ ചെയ്തത്? ഭഗവാൻ എന്താ ചെയ്ത്? ഹൃദയ സൂക്ഷ്മവപുഷ. ഒരു ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാ ചെന്നിരിക്കുന്നത്. പക്ഷെ ആ ശത്രുവിന്റെ ഉള്ളിൽ തന്നെ ഭഗവാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഹൃദയത്തില് അണുസ്വരൂപനായിട്ട് കടന്നുകൂടി എന്നുള്ളതാണ്. മനസ്സിലായ പറഞ്ഞത്? ആരും കാണാതെ തന്നെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തില് അണുരൂപത്തില് ഭഗവാൻ തന്നെ കടന്നുകൂടി എന്നുള്ളതാണ്. നദന്നുച്ചേതത്ര അഖില ഭുവനാന്തേ ച മൃഗയൻ. അവൻ എന്താ വിചാരിച്ചത്?
ഭഗവാനാണെന്നുണ്ടെങ്കിൽ ബഹിർദിഷ്ടേ അന്തർദേശ വെളിയില് ഭഗവാനെ കാണുന്നില്ല, അവനെ കണ്ടിട്ട് പേടിച്ചോടിയെന്നാ വിചാരിച്ചതെന്നുള്ളത്. ഹിരണ്യകശിപു എന്താ പറയുന്നത്? ഓ, എന്നെ കണ്ടിട്ട് പേടിച്ചോടിയെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ച് എല്ലാ ലോകങ്ങളിലും തിരക്കുന്നുള്ളതാണ്. പക്ഷെ ഒരു ലോകങ്ങളിലെ എങ്ങനെയാ അവന്റെ ഹൃദയത്തിൽ തന്നെയാ ഇരിക്കുന്നത് ഭഗവാന് സൂക്ഷ്മരൂപമായിട്ട്. പിന്നെ എങ്ങനെയാ വേറുള്ള ലോകങ്ങളിൽ കാണുന്നത്? ഒരു ലോകത്തും കാണാഞ്ഞിട്ട് വിജയ ശ്രീലാളിതനായിട്ട് ഗർജിച്ചുകൊണ്ട് തിരിച്ച് അവന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നികന്തം ദാ ഭൂയ തവ പദം അവാപ്തൂർ ബഹിർദിഷ്ടേരന്തർദരിത ഹൃദയെ സൂക്ഷ്മ ഭവിഷ്യ. ഹൃദയത്തിൽ എങ്ങനെയാണ് അതിസൂക്ഷ്മമായിട്ട് ഭഗവാന് ആ ശത്രുവിന്റെ ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ കടന്നുകൂടി. എന്നിട്ട് നരനുറ്റ് അത്യാപ്യകല ഭുവനാന്തേച്ച മൃഗേന, മൃഗങ്ങളെ പോലെ അവൻ അട്ടഹാസിച്ചുകൊണ്ട് എന്താ എല്ലാ ലോകങ്ങളിലും പോയി നോക്കിയിട്ടും വിഷ്ണുവിനെ കണ്ടില്ലേ, പേടിച്ചോടിയേ എന്നും പറഞ്ഞിട്ട് അതെന്നുണ്ടെങ്കിൽ അവൻ അട്ടഹസിച്ചുകൊണ്ട് തിരിച്ച് അവന്റെ രാജ്യത്തെ വിജയാഭിമാനിയായിട്ട് മടങ്ങി പോരുമായിരുന്നു. വിഷ്ണു പോലും എന്നെ കണ്ടിട്ട് പേടിച്ചോടിപ്പോയിട്ട് പറഞ്ഞിട്ട് വരുത്ത്. ഭഗവാൻ അവിടെ എന്നാ ചെയ്തിരിക്കുന്നത്? ഭഗവാൻ അതിസൂക്ഷ്മമായിട്ട് അവനിൽ തന്നെ പ്രവേശിച്ചു എന്നുള്ളത്. പിന്നെ എങ്ങനെ കാണാൻ പറ്റും ഭഗവാൻ എവിടെയാണെന്നുള്ളത്? അതാണ് നോക്കെ ഭഗവാൻ എന്ന് പറഞ്ഞ ആരാണെന്ന് നോക്കുപോലും. തദോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതോ മുനൈർവീണാപാണേരധിഗത ഭവ ഭക്തിമഹിമാ സവേ ജാത്യാദൈത്യ ശിശിരവി സമേത്യ ത്വയിരതി ഭരത പരമോദാഹരണതാ. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതോ മുനൈർവീണാപാണേരധിഗത ഭവൽ ഭക്തിമഹിമാ സവേ ജാത്യാദൈത്യ ശിശുരവി സംയേത്യ ത്വയിരതി ഗതത്വൽഭക്താന ഭരത പരമോദാഹരണതാ. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതോ മുനൈർവീണാപാണേരധിഗത ഭവൽ ഭക്തിമഹിമാ സവേ ജാത്യാദൈത്യ ശിശുരവി സമേത്യ ത്വയിരതി ഭക്താന ഭരത പരമോദാഹരണതാ. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതോ മുനൈർവീണാപാണേരധിഗത ഭവൽ ഭക്തിമഹിമ സവേ ജാത്യാദൈത്യ ശിശുരവി സമേത്യ ത്വയിരതി ഭക്താന ഭരത പരമോദാഹരണതാ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ മുനൈർവീണാപാണേ അധിഗത ഭവദ്ഭക്തിമഹിമാ സവൈ ജാത്യദൈത്യ ശിശുരവി സമേത്യ ത്വയിരതിം ഗതസ്തഭക്തനാം വരദ പരമോദാഹരണതാം. ഹരേ കൃഷ്ണ. ഹരി ബോലെ. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതോ മുനൈർവീണാപാണേ അധിഗത ഭവദ്ഭക്തിമഹിമഃ സജൈവ ജാത്യാദൈത്യ ശിശുരപി സമേത്യ ത്വയിരതിം ഗതസ്തദ്ഭക്താനാം വരദ പരമോദാഹരണതാം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരാളൂടെ പ്രഭുജിമാരാരേലും വായിക്കൂ. സുനിലേന്ന് വായിച്ചോ. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ മുനൈർവീണാപാണേ അധിഗത ഭക്തിമഹിമാ സവൈ ജാത്യാദൈത്യ ശിശുരവി സമേത്യ ത്വയിരതിം ഗതസ്തദ്ഭക്താനാം വരദ പരമോദാഹരണതാം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. തദോസ്യ പ്രഹ്ലാദ സമജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആരുടെ ഹൃദയത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്? ഹിരണ്യകശിപുവിന്റെ. ആ ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തില് ഭഗവാൻ പ്രവേശിച്ചത് കൊണ്ട് എന്തുണ്ടായി? മഹാഭക്തനായിട്ടുള്ള ഒരു പുത്രൻ ജനിച്ചു. തദോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതു. അങ്ങനെ ഹിരണ്യകശിപുവിന് എന്താ ചെയ്തിരിക്കുന്നത്? കുറച്ചു കാലത്തിന് ശേഷം ഹിരണ്യകശിപുവിന് ഏറ്റവും ഭക്തനായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുന്നു.
ഗർഭവസതോ വീണാപാണി. ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എന്താ ഞാൻ പറഞ്ഞു, ഇന്ദ്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയാതുവിനെ, പ്രഹ്ലാദന്റെ അമ്മയുടെ പേര് കയാതു, ശ്രദ്ധിച്ച് എഴുതിക്കോളൂ, വേണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. കയാതുവിനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിടിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഈ ഹിരണ്യകശിപുവിനെ പോലെ ഒരു പുത്രനും കൂടി ഇനിയും കൂടെ ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ സർവനാശം ഉണ്ടാവും. ഇപ്പം തന്നെ നാശമാണ്, പക്ഷെ ഇനി സർവനാശം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കയാതുവിനെ പിടിച്ചുകൊണ്ട് പോവുക. ഇന്ദ്രനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയം എന്താ പറയുന്നത്? മുനേ വീണാപാണേരധികത ഭവൽ ഭക്തിമഹിമം. വീണാപാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദര് ചെന്നിട്ട് ഇന്ദ്രനെ തടഞ്ഞു. ഇന്ദ്രനോട് പറഞ്ഞു, ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനാണ് ഇവിടെ ഗർഭത്തിലുള്ളത്, ഇവളെ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ കയാതുവിനെ എന്താ ചെയ്തത്? കയാതുവിനെ തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോകുന്നു. ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാൻ ഭക്തി, നാരദര് തന്നെ സ്വയം ഭഗവാൻ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആളാണ്. അന്നേരം അവിടെ എന്ന് പറഞ്ഞ ആശ്രമങ്ങളിൽ എപ്പോഴും സത്സംഗങ്ങളും പിന്നെ ഭഗവത്ഗീത, ഭാഗവത, ഇന്ന് തന്നെ ഭഗവത്ഗീത ജയന്തിയാണ്, ഗീതാ ജയന്തിയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ആരേലും മൊത്തം ഗീത വായിച്ചോ? അതുകൊണ്ട് ഗുരുവായൂർ ഏകാദശിയാണ്. ആ സമ്പൂർണ്ണ ഗീത ഇന്ന് വായിക്കണം എന്നുള്ളതാണ്. വായിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വായിച്ചല്ലോ. അഥവാ വായിക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും അധ്യായം 18 പഠിച്ചിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ, എങ്ങനെയും കുറിച്ചായാലും വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ദിവസമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം അർജുനന് ഗീതോപദേശം കൊടുത്ത ദിവസമാണ് ഇന്ന്. മാതാജി രാവിലെ എല്ലാരും കൂടെ വായിച്ചു മാതാജി. നിങ്ങളുടെ ആ കൊല്ലം ഗ്രൂപ്പുകാരല്ലേ ഉള്ളൂ, മറ്റേ വേറെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ, അവരോടാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? ഹിരണ്യകശിപുവിന്റെ കയാതുവിനെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ തിരുനാമത്തിൽ മാത്രം മുഴുകി കയാതുവിനെ അവിടെ ജീവിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ട് എന്താ ചെയ്തത്? ഭഗവാൻ സവേ ജാത്യ ദൈത്യ ശിശുരുവി സവേത്യ തൊയിരതീൻ എന്ന് പറഞ്ഞ അങ്ങയുടെ രീതിയിൽ, അങ്ങയുടെ മാത്രം ആ കുട്ടിയെ ഭഗവാൻ ഗർഭത്തിൽ നിന്ന് തന്നെ എന്താ വീണാപാണ് നാരദര് ഉപദേശിച്ചു കൊടുത്തു കയാതുവിന്. അതിനനുസരിച്ച് പ്രഹ്ലാദന് എന്താ വന്നിരിക്കുന്നത്? ഗരസ്തോത്ഭക്താനാവരത പരമോദാഹരണത. അങ്ങനെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിച്ചു. ഭഗവാന്റെ ഏറ്റവും അതിഭക്തനായിട്ടുള്ള ഒരു ഉത്തമ ഭക്തനായിട്ടുള്ള ഒരു കുട്ടി ജനിക്കുന്നു എന്നുള്ളതാണ്. സരോസ്യ പ്രഹ്ലാദ സമഞ്ജന സുതോ ഗർഭവസുതോ. അങ്ങനെ ആ ഒരു ഭക്തനായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കുന്നത്? ഭഗവാൻ സ്വയമാണ്. അതുകൊണ്ട് എന്താ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടി അവിടെ ജനിക്കുന്നു. അവരെ ആരാണ്? ഇപ്പൊ കയാതുവിന്റെ കഥയൊന്നും ഇതിനകത്ത് പറയുന്നില്ല. മുനി വാണാപാണേരധികത ഭവൽ ഭക്തി മഹിമ. നാരദരാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തിയുടെ മഹിമകളെ പറ്റി ആ കുട്ടിയെ പഠിപ്പിക്കുന്നു. സവേ ജാത്യ ദൈത്യ ശിശുരവി സമേത്യ തൊയിരി. അങ്ങനെ ആ നാരദര് ഗർഭത്തിൽ വെച്ച് തന്നെ ഈ കുട്ടിക്ക് അത് രതി കൊടുക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ രതി കൊടുക്കുന്നത് കൊണ്ട് എന്തായി? അത് ഏറ്റവും ഭക്തനായിട്ടുള്ള ഒരു കുട്ടി ജനിക്കുന്നു. ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ ആരാണ് ജനിക്കുന്നത്? പ്രഹ്ലാദ സുത സമഞ്ജനി. പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിക്കുന്നു. അവിടെ ഭഗവാന്റെ ഏറ്റവും ഭക്തനായിരുന്നു ആ കുട്ടി. സവേ ജാത്യ ദൈത്യ ശിശു അഭി. അവനായിട്ട് പ്രകൃത്യ അസുരനാണ്, പക്ഷെ ബാലനുമാണ്. എന്നാൽ തന്നെയോ എന്താ തൊയിരൊരു സമയത്യ നിന്തിരുവടിയിലെ ഭക്തി നേടിയിട്ട് എന്താ ചെയ്യുന്നത്? സ്വൽഭക്താന പരമോദകരണതാങ്കടക. അങ്ങയുടെ ഭക്തന്മാരിൽ അത്യുത്തമനായിട്ട് പ്രഹ്ലാദൻ ഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? പ്രഹ്ലാദന്റെ ഭക്തി ദാർഢ്യമാണ് കാണിക്കുന്നത്. എത്ര ഉറച്ച ഭക്തിയായിരുന്നു പ്രഹ്ലാദൻ എന്നാണ് കാണിക്കുന്നത്. സുരരീണാഹാസ്യം തവചർമ്മദാസ്യം നിജസുതേ സാദൃഷ്ട്യാ ദുഷ്ടാത്മാ ഗുരുവിരാശേചേ രമമോ ഗുരുപ്രോക്തം ജാസാവിധമിതമഭദ്രായ ദൃഢമേത് അഭ്യാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃതേ. സുരാരീണാഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സാദൃഷ്ട്യാ ദുഷ്ടാത്മാ ഗുരുവിരേ രമമോ ഗുരുപ്രോക്തം ജാസോ ഇതമിത അഭദ്രായ ദൃഢമിതി അവാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃതേ. സുരാരീണാഹാസ്യം
തവ ചരണദാസ്യം നിജസുതേ സാദൃഷ്ട്യാ ദുഷ്ടാത്മ്യാ ഗുരുവിരശിഷിഞ്ചേരമമോ ഗുരുപ്രോക്തം ജാസോ ഇതമിത അഭദ്രായ ദൃഢമിതി അവാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃതേ സുരാരീണ ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്യാ ദുഷ്ടാത്മാ ഗുരുവിര അശിഷിഞ്ച അമമോ ഗുരുവിര് അശിഷിഞ്ചരമമോ എന്ന് പറയും അവിടെ. സാദൃഷ്ട്യാ ദുഷ്ടാത്മാ ഗുരുവിര അശിഷിഞ്ചരമമോ ഗുരുപ്രോക്തം ജാസോ ഇതമിതമഭദ്രായ ദൃഢമിതി അവാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃതേ. വായിക്കാൻ പറ്റുമോ? സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ ദൃഷ്ടാ ദുഷ്ടാത്മാ ഗുരുവിര അശി ശിക്ഷാചിരമുപ്രോക്തം ജാസോ ഇതമിതമവാദ്യായ ദൃഢമിതി അവാകുർവൻ സർവം തവ ചരണഭക്തൈവ വൃസേ. വെരി ഗുഡ്. നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല, വായിക്കാൻ ഇത്രയുള്ളൂ. അല്ല, ഇത് നല്ല ഹാർഡാണ്, അതാ ഞാൻ ചോദിച്ചത്. നല്ല ഈസി ആയിട്ട് വായിച്ചെടുത്തു. അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ. പുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ടാദൃഷ്ടാത്മാ ഗുരുവിരശി ശിക്ഷാ ചിരമമു ഗുരുപ്രോക്തം ചാസാവിധമിതമഭദ്രായ ദൃഢമീ അവാകുർവൻ സർവം തവ ചരണഭക്തൈവ വ്യവൃതേ. വെരി ഗുഡ്. ഹരകൃഷ്ണ. ഇനിയോ വായിക്കാത്തവര് വായിക്കാൻ നോക്കൂ. ഹരിബോൾ. ഹരകൃഷ്ണ. വായിക്കാത്തവര് വായിക്കാൻ നോക്കൂ. ഹരേ കൃഷ്ണ മാതാജി. സൂര്യഹരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ടാ ദൃഷ്ടാത്മാ ഗുരുഭിരശിഷ്ടച്ചിരമവും ഗുരുപ്രോക്തം വിധമിതഭദ്രായ ദൃഢമി അപാകുർവൻ ചരണഭക്തൈവ വവൃതേ. വെരി ഗുഡ്. ഗുരുപ്രോക്തം ചാസാവിധമിത അഭദ്രായ ദൃഢമിത് അവ്യാകൂർവൻ സർവം തവ ചരണഭക്തൈവ വവൃതേ. വെരി ഗുഡ്. നല്ലതായിട്ട് വായിച്ചു. ഇനി ഒരാളും കൂടെ വായിക്കാത്ത ഒരാളൂടെ വായിക്കൂ. വായിക്കൂ. ആർക്കും വായിക്കാൻ വയ്യ? വായിച്ചോളൂ, തെറ്റിക്കോട്ടെ ചലത്തെ. വായിക്കൂ. ഹരേ കൃഷ്ണ. സുരാണീനാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ടാ ദുഷ്ടാത്മാ ഗുരുവിര അശിക്ഷച്ചിരമം ഗുരുഭോക്തം ചാസാ വിധമിത ഭദ്രായ ദൃഢമിത്യവാകുർവൻ സർവം തവ ചരണഭക്ത്യൗ വ്യവതേ. ദൃഢമിത് എന്നിട്ട് അവാകൂർവൻ എഴുതിക്കോണം. അത് നിങ്ങൾ പേന എപ്പോഴും കൈ വെച്ചേക്കണം. ഞാൻ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ എത്രയോ തവണ വായിക്കുന്നത്. സുരാരീണ ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്യാ ദുഷ്ടാത്മാ ഗുരുവിര അശിഷ്യഞ്ചിരമോ ഗുരുപ്രോക്തം ചാസാവിധമിത അഭദ്രായ ദൃഢമിത് അപാകുർവൻ സർവം തവ ചരണ ഭക്തൈവ വവൃതേ. ഒരു 10 തവണ വായിക്കുമ്പോൾ ശരിയായിക്കോളും കേട്ടോ. 24, 25 ഭയങ്കര പാടാതെ, ഒരു 34, 35 ഭയങ്കര പാടാനുള്ളതാണ്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും എടുക്കണ്ട, ശരിയായിക്കോളും.